പുണ്യഭൂമിയിലേക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്ന വിശ്വാസികൾക്ക് പള്ളുരുത്തി തങ്ങൾ നഗർ മുഹമ്മദ് മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ യാത്രയൊരുക്കി. ചടങ്ങിൽ മഹല്ല് ചീഫ് ഇമാം അൻസാർ മന്നാനി മുഖ്യപ്രഭാഷണം നടത്തി. പള്ളുരുത്തി തങ്ങൾ നഗർ മുഹമ്മദ് പള്ളി മഹല്ല് പരിധിയിൽ നിന്നും ഈ വർഷത്തെ ഹജ്ജിന് പുറപ്പെടുന്നവർക്ക് മഹലിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് VI മൊയ്തീൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ചീഫ് ഇമാം അൻസാർ മന്നാനി യാത്രയാകുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി മുഖ്യപ്രഭാഷണം നടത്തി. അല്ലാഹുവിന്റെ അതിഥികളാണ് ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിയാക്കന്മാരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹാജിയാക്കന്മാരാണ് അല്ലാഹുവിന്റെ അതിഥികളാണ്. അതിഥിയെ ബഹുമാനിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ കാന യുമിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. അല്ലാഹുവിലും മദ്ദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അവന്റെ അതിഥിയെ ബഹുമാനിച്ചുകൊള്ളട്ടെ എന്ന് ആദരവായ റസൂലുള്ളാഹി. ആരോഗ്യവും സമ്പത്തും അനുകൂലമായ ഒരു വിശ്വാസി നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട അഞ്ചാമത്തെ കർമ്മമായ ഹജ്ജിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ സദസ്സിനോട് പൊറുക്കലിനെ തേടി യാത്ര ചോദിച്ചും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരുമായി പരസ്പരം ആശ്ലേഷണം ചെയ്തതും പള്ളിക്കകം വികാരപരമായ രംഗങ്ങൾക്ക് സാക്ഷിയായി. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന എല്ലാ ഹാജിമാരുടെയും കർമ്മങ്ങൾ മഖ്ബൂലും മബ്രൂറുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹല്ല് സെക്രട്ടറി അബൂബക്കർ സമാപന പ്രസംഗം നടത്തി. അവിടെ എത്തി ഹജ്ജ് ചെയ്യുവാനും ഹജ്ജിന് സ്വീകാര്യമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് അവർക്ക് തിരിച്ചു വരുവാനും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും തൗഫീഖും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കമ്മിറ്റി അംഗങ്ങളായ നവാസ് ഇബ്രാഹിം, അബ്ദുൽ ഖയ്യൂം, നവാസ് M, തൻസീർ, കോയ, സംരക്ഷണ സമിതി അംഗങ്ങളായ റഫീഖ്, നിയാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.